إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാടും വീടും കുടുംബവും എല്ലാം വിട്ടൊഴിഞ്ഞ് മദീനയിലേക്ക് ഹിജ്റ വന്ന മുഹാജിറുകൾ, ആ മുഹാജിറുകളുടെ നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഹൃദയം എന്തോ ഒന്നിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വടക്ക് നോക്കി യന്ത്രത്തെപ്പോലെ പ്രവാചകൻ്റെ മനസ്സ് എന്തോ ഒന്നിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അബൂബക്കറിനെ കൂട്ടി ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുക്കലേക്ക് പോവുകയും ആ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. ബനു നജ്ജാർ ഗോത്രക്കാരുടെ തോട്ടമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അവിടുന്ന് സംസാരിച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ബനി നജ്ജാർ,
ഫാമിനൂനി ബിഹാഇതികും ഹാദാ, നിങ്ങളുടെ ഈ തോട്ടത്തിന് നിങ്ങൾ വില പറയണം. ബനു നജ്ജാർ ഗോത്രക്കാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഗോത്രമാണ് മദീനയിൽ. അവർ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ മറുപടി. ഖാലു ലാ വല്ലാഹി ലാ നത്ലുബു സമനഹു ഇല്ലാ ഇലല്ലാഹ്. പ്രവാചകരെ, വല്ലാഹി തന്നെയാണ് സത്യം, നമ്മൾ അള്ളാഹുവിനോടല്ലാതെ ഇതിന് വില ചോദിക്കുന്നില്ല എന്നാണ് അവരുടെ മറുപടി. വല്ലാത്ത സന്തോഷം പ്രവാചകർക്ക് ഉണ്ടാവുകയും അങ്ങനെ ആ ഭൂമിയിൽ മദീനയിലേക്ക് വന്ന് ആദ്യമായി മസ്ജിദ് ഖുബ എന്ന ആ മസ്ജിദ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മസ്ജിദ് നിർമ്മിക്കാനുള്ള പുറപ്പാട് തുടങ്ങുകയാണ്. അവിടെ ഒരുപാട് അനാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ തുടച്ചു നീക്കി. എന്നിട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് അവർ തമ്മിൽ പരസ്പരം പണിയെടുത്തുകൊണ്ടാണ് ഖുബാ മസ്ജിദ് അവർ നിർമ്മിക്കുന്നത്. അങ്ങനെ വലിയ പാറ ഒക്കെ പൊന്തിക്കുമ്പോൾ വളരെ താളത്തിൽ അവർ കവിത ചൊല്ലിയിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രംഗം കണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കവിതയിലൂടെ അവർക്ക് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറൽ ആഖിറ വഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, പരലോകത്തിൻ്റെ ഖൈറല്ലാതെ മറ്റൊരു ഖൈറുമില്ല റബ്ബേ, എൻ്റെ അൻസാറുകൾക്കും മുഹാജിറുകൾക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. അതെ, ആ പ്രവാചകൻ്റെ മനസ്സിൽ അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നത് ഒരു പള്ളി വേണമെന്നുള്ളതാണ്. ഹിജ്റ വന്നതിന് ശേഷം 14 ദിവസങ്ങളോളം സമയമായാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിട്ടുന്ന സ്ഥലത്തൊക്കെ നിസ്കരിക്കുമെന്നാണ്. അതൊരു പക്ഷേ ആട്ടിൻ കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിൽ അവിടെയും നിസ്കരിച്ചിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ പള്ളിയുടെ നിർമ്മാണം കഴിയുകയാണ്. വല്ലാത്ത സന്തോഷം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് മസ്ജിദുൻ നബവിയുടെ പണി അവർ തുടങ്ങുന്നതും അങ്ങനെ എല്ലാം അങ്ങോട്ടേക്ക് കേന്ദ്രീകൃതമാകുന്നതും അപ്പോഴാണ്. നോക്കൂ, ഒരു നാട്ടിലിറങ്ങിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആദ്യമായി ആഗ്രഹിക്കുന്നത് പള്ളിയാണ്. പള്ളിയൊന്നുമില്ല എങ്കിൽ ആളുകളെ കൂട്ടി പ്രത്യേകം സ്ഥലം റെഡിയാക്കി അവിടെ ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതാണ് ഖൈബറിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം ആ പ്രവാചകൻ്റെ പിന്തുടർച്ചക്കാരായ ഖലീഫമാരും അതുതന്നെ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു നാട്ടിലിറങ്ങിയാൽ അവിടെ പള്ളി വരണം എന്നുള്ളൊരു അടങ്ങാത്ത ആഗ്രഹം, അല്ലേ? അന്നത്തെ പള്ളി എന്നുള്ളത് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ചൂട് തണുപ്പിക്കുന്ന AC-യോ കറങ്ങുന്ന ഫാനുകളോ ടൈൽസോ മാർബിളോ ഒന്നുമില്ല. അവിടുത്തെ അവസ്ഥ സ്വഹാബികൾ വിവരിക്കുന്നത് കാണാം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. കുന്നാ നുസല്ലി മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശിദ്ദത്തിൽ ഹർരി. വളരെ ചൂടുള്ള, കടുത്ത ചൂടുള്ള സമയത്ത് നമ്മൾ പ്രവാചകന്റെ പിന്നിൽ നിസ്കരിക്കും. ഫൈദാ ലം യസ്തതി അഹദുനാ അൻ യുമക്കിന ജബ്ഹതഹു ഫിൽ അർളി മിനൽ അർളി ബസത സൗബഹു ഫസജദ അലൈഹി. നെറ്റ് നിലത്ത് വെക്കാൻ പറ്റാത്തത്ര ചൂടുണ്ടാവുമ്പോൾ നമ്മളിൽ പലരും എന്ത് ചെയ്യും? ഡ്രസ്സ് എടുത്ത്, നമ്മളുടെ സൗബെടുത്ത് അവിടെ വെക്കുന്നതാണ്. തല വെക്കുന്ന സ്ഥലത്ത് ചൂട് കുറയാൻ വേണ്ടിയിട്ട് തുണിയിൽ വെക്കുമെന്നാണ്. അത്രക്കും ചൂടുണ്ടായിരുന്നു ചൂട് സമയത്ത്. തണുപ്പ് കാലത്താണെങ്കിൽ അത്രക്കും തണുപ്പും കൂടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഒരു സൗകര്യവും ഇല്ലാതിരുന്ന, മണ്ണിൽ നിസ്കരിച്ചിരുന്ന ആ സ്വഹാബികൾക്ക് പള്ളിയോട് അടങ്ങാത്തൊരു സ്നേഹവും ഒരു ആത്മബന്ധവുമാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 ആളുകളെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചില്ലേ, അല്ലേ? കൊടും ചൂടിൽ തങ്ങളുടെ പാപത്തിനനുസൃതമായ വിയർപ്പിൽ കുളിക്കുന്ന, വിയർപ്പിൽ മുങ്ങുന്ന ആ ദിവസം, സൂര്യൻ ഒരു ചാണ് മുകളിൽ നിൽക്കുന്ന, കത്തിജ്വലിക്കുന്ന ആ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകം അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളിൽ ഒരാളെപ്പറ്റി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. ഒരു മനുഷ്യനാണ്, അവൻ്റെ ഹൃദയം പള്ളിയിൽ ഇങ്ങനെ കെട്ടിത്തൂങ്ങിയതാണെന്നാണ്. അവൻ്റെ ഹൃദയം പള്ളിയിലാണെന്നാണ്.
പള്ളിയിൽ നിസ്കരിച്ച് പോയി കഴിഞ്ഞാൽ അവൻ്റെ ബിസിനസ്സോ അവൻ്റെ ഇടപാട് നടത്തുമ്പോഴെല്ലാം അവൻ്റെ മനസ്സിൽ പള്ളിയാണ്, അടുത്ത നിസ്കാരം, അടുത്ത ക്ലാസ്, അങ്ങനെയാണ് അവൻ്റെ മനസ്സിലുണ്ടാവും. ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, അവൻ്റെ ഹൃദയം പള്ളിയിൽ കെട്ടിത്തൂക്കപ്പെട്ടതാണെന്നാണ്. അപ്പോൾ പള്ളിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ആദരിച്ച ഒരു കാര്യമാണ് പള്ളി എന്നുള്ളത്. പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ആദരിച്ചിട്ടുണ്ട്. പള്ളി പരിപാലനം അള്ളാഹു പുകഴ്ത്തിയില്ലേ? സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി, അള്ളാഹുവിൻ്റെ പള്ളികൾ, ഭവനങ്ങൾ, അതിനെ പരിപാലിക്കുന്നത് ആരാണ്? അവരെ വല്ലാത്ത പുകഴ്ത്തിയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്താ പറഞ്ഞത്? അവരെ പറ്റി പറഞ്ഞു, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും അടങ്ങാത്ത വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണവർ. വ അഖാമസ്സലാത്ത, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണ്. വ ആതസ് സകാത്ത, സകാത്ത് കൃത്യമായി കൊടുത്ത് വീട്ടുന്നവരാണവർ. അമലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് ഇവിടെ അള്ളാഹു എടുത്ത് പറയുന്നത്, ബാക്കിയൊക്കെയും അവർ കൃത്യമായി ചെയ്യും. എന്നിട്ടോ വലം യഖ്ശ ഇല്ലല്ലാഹ്, അവരുടെ പ്രത്യേകതയായി പറയുന്നത് അവർ അല്ലാഹു അല്ലാത്ത മറ്റൊരു മഖ്ലൂക്കിനെയും പേടിക്കുകയില്ല എന്നാണ്. എന്താ? പലരെയും കാണാം അള്ളാഹുവിനെ അല്ലാതെ പലരെയും പേടിച്ചുകൊണ്ട് തിന്മ ചെയ്യുന്നത് കാണാം, അല്ലേ? വീട്ടിൽ സ്വന്തം മക്കളെ പേടിച്ചിട്ട് മക്കളുടെ കല്യാണത്തിന് തോന്നിവാസങ്ങൾ എത്ര വീടുകളിലാണ് നടക്കുന്നത്. ഉപ്പാക്ക് പറയാൻ പറ്റുന്നില്ല, ഉമ്മാക്കൊന്ന് നിർത്താൻ പറ്റുന്നില്ല, പേടിയാണ്, അല്ലേ? അതേപോലെ പല നന്മകളിൽ നിന്നും മാറി നിൽക്കുകയാണ് പലരെയും പേടിച്ചിട്ട്. തൗഹീദ് മനസ്സിലായിട്ടും അതിലേക്ക് കടന്നു വരാൻ പേടിച്ച് പലരെയും, കുടുംബത്തെയും അതേപോലെ ചുറ്റുപാടിനെയും ഒക്കെ പേടിച്ച് മാറി നിൽക്കുന്ന ആളുകൾ. എന്നാൽ പള്ളിയെ കൃത്യമായി പരിപാലിക്കുന്ന ആളുകളെ പറ്റി അള്ളാഹു പറയുന്നു, വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലോ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നതിലൊന്നോ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഒരു മഖ്ലൂക്കിനെയും പേടിക്കാത്തവരാണവർ എന്നാണ്. ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ, അവർ തന്നെയാണ് യഥാർത്ഥ ഹിദായത്ത് ലഭിച്ചവർ എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ പള്ളിയുടെ പരിപാലനം രണ്ട് രീതിയിലുണ്ട്. നമുക്ക് വരാം അതിലേക്ക്. പള്ളി പരിപാലകരെയും സന്ദർശകരെയും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? പുകഴ്ത്തിയിട്ടുണ്ട്. പള്ളിയെ പരിപാലിക്കുന്നവരെയും സന്ദർശിക്കുന്നവരെയും. അതാണ് ആമുഖമായി ഓതി വെച്ച ആയത്ത്. സൂറത്തു നൂറിൻ്റെ 36-37 ആയത്തുകളാണ്. 35-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഉപമിച്ചുകൊണ്ട് ഒരു നീണ്ട ആയത്തിൽ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ, നൂറിനെ, അള്ളാഹു നൂറുസ് സമാവാതി വൽ അർദ് എന്ന് വിവരിച്ചതിന് ശേഷമാണ് ഈ ആയത്ത്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹ്, ചില വീടുകളാണ്, ചില ഭവനങ്ങളാണ്. ആ ഭവനങ്ങളിൽ അള്ളാഹു വിധിച്ചിട്ടുണ്ട് അൻ തുർഫഅ, ഉയർത്താൻ വേണ്ടിയിട്ട്. ആ വീടുകൾ ഉയർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു വിധിച്ചിട്ടുണ്ട്. വയുദ്കറ ഫീഹ ഇസ്മുഹു, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാൻ, അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ആ വീടുകളിൽ. എന്നിട്ടോ യുസബ്ബിഹു ലഹു, അള്ളാഹുവിനെ ആ പള്ളികളിൽ തസ്ബീഹ് നടത്തുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ, പ്രഭാതത്തിലും പ്രദോഷ സമയങ്ങളിലെല്ലാം. അത് നിസ്കാരമാകട്ടെ, മറ്റ് ദുആകൾ, പ്രാർത്ഥനകളെല്ലാം അതിൽപ്പെട്ടു. എന്നിട്ടോ അള്ളാഹ് പറയാണ് വീണ്ടും 37-ാമത്തെ ആയത്തിൽ പറയാണ്, റിജാലുൻ, അവർ ചില പുരുഷന്മാർ എന്നാണ്. പുരുഷന്മാർ, ചില ആണുങ്ങളാണവർ. എന്താ അവരുടെ പ്രത്യേകത? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ, അവരുടെ കച്ചവടമോ അവരുടെ ബിസിനസ്സോ അവരുടെ ജോലി തിരക്കുകളോ ഒന്നും അവരെ തടയുന്നില്ല. എന്തിൽ നിന്ന്? അൻ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന്, നിസ്കാരത്തിൽ നിന്ന്. അവരെ ഒരിക്കലും അവരുടെ മറ്റ് ദുനിയാവിൻ്റെ വ്യാപൃതങ്ങൾ, അതല്ലെങ്കിൽ ദുനിയാവിൻ്റെ തിരക്കുകൾ ഒന്നും അവരെ തടയുന്നില്ല. എന്താണ്? എന്നിട്ടോ വ ഇഖാമിസ് സലാത്തി വ ഈതാഇസ് സക്കാ, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും സക്കാത്തിൽ നിന്നും അവരെ ഒരിക്കലും ദുനിയാവ് തടയുന്നില്ല. എന്തേ കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, അവർ പേടിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ണുകളും ശരീരവുമെല്ലാം മറിയുന്ന, അല്ലേ, എല്ലാം താറുമാറായി പോകുന്ന ഒരു ദിവസത്തെക്കുറിച്ച് അവർ വല്ലാത്ത പേടിയുണ്ട്. അവർക്ക് വല്ലാത്ത പേടിയാണ്. അതുകൊണ്ട് ദുനിയാവിൻ്റെ എല്ലാ തിരക്കുകളും പിന്നെയാണ് അവർക്ക്. ഈ സമയമായി കഴിഞ്ഞാൽ പള്ളിയിലേക്ക് ഒന്ന് നിസ്കരിച്ച് പോവും. ആദ്യം ഇതാണ്.
ഇബാദത്തിനാണ് അവർ മുൻഗണന നൽകുന്നത് എന്നാണ്. കാരണം എന്തേ? ദുനിയാവിൽ ഒരുപാട് സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു നിമിഷം അത് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത എത്ര ആളുകളുണ്ട് അല്ലേ? ഇന്ന ഡേറ്റിൽ അത് ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിച്ച ആളുകൾ അന്ന് ഉണരുമ്പോൾ ഉണരുന്നില്ല, അതല്ലെങ്കിൽ അവർക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ പറയാണ്, ഇതാ നിങ്ങളുടെ ഇന്ന ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്, ബയോപ്സി ചെയ്യണമെന്ന് പറയാണ്, തളർന്നു പോയില്ലേ? ദുനിയാവ് അത്രയ്ക്കേ ഉള്ളൂ സഹോദരങ്ങളെ. ഒന്ന് ശ്വാസം നിലച്ചാൽ, അതല്ലെങ്കിൽ ഒന്ന് എണീക്കാൻ പറ്റാതായാൽ. അപ്പോൾ വിശ്വാസികൾ കൃത്യമായ ബുദ്ധിയുള്ളവരാണ്, ബോധമുള്ളവരാണ്. എന്നാൽ ചില ആളുകൾക്ക് ഒരിക്കലും ജമാഅത്തിന് ചില സമയങ്ങളിൽ വരാൻ പറ്റാത്തവരും ഉണ്ടാകാം. അവരുടെ ആ സമയത്ത് തന്നെയായിരിക്കും, ജമാഅത്തിൻ്റെ സമയത്ത് തന്നെയായിരിക്കും അവരുടെ ക്രിട്ടിക്കലായിട്ടുള്ള സന്ദർഭങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ ജോലി തിരക്കുകളൊക്കെ ഉണ്ടാവുക. ഡോക്ടർമാർ സർജറി ചെയ്യുന്ന ആ സമയം രോഗിയെ വിട്ടു വന്നാൽ ചിലപ്പോൾ രോഗി മരിച്ചു പോകും. അവരെയല്ല പറയുന്നത്, മറിച്ച് വരാൻ പറ്റുന്ന ആളുകൾ അവർ എന്തായാലും നിസ്കാരത്തിന് വന്നിട്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസികൾ, അവർക്ക് ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ ദിക്റാണ്, അള്ളാഹുവിൻ്റെ നിസ്കാരമാണ്, സക്കാത്താണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ പള്ളിയുമായി നിരന്തര ബന്ധം അവർക്ക് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഏറ്റവും നല്ല സ്ഥലം ഏതാണ് ദുനിയാവിൽ? അള്ളാഹു പഠിപ്പിച്ചില്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. ദുനിയാവിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? അത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്, പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അത് അങ്ങാടികളാണ് അല്ലേ? അള്ളാഹുവിൻ്റെ പള്ളികളാണ് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് വരുമ്പോൾ ഏറ്റവും നേരത്തെ വരികയും ഏറ്റവും അവസാന സമയത്ത് പോവുകയുമാണ് മുഅ്മിനീങ്ങൾ. അതിനാണ് ശ്രമിക്കേണ്ടത്. എന്നാലോ മാർക്കറ്റിലേക്ക് പോകുമ്പോഴോ നേരെ തിരിച്ചാവണം. കാരണം അവിടെയാണ് എല്ലാ തിന്മകളും നടക്കുന്നത്. അനീതിയും അക്രമങ്ങളും തോന്നിയാസങ്ങളും അതേപോലെ അനാവശ്യ കാര്യങ്ങളുമെല്ലാം, പല ഹറാമുകളും നടക്കുന്നത് അങ്ങാടികളിലാണ്. അപ്പോൾ ഏറ്റവും അവസാന സമയത്ത്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാനാണ് അങ്ങാടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ മസ്ജിദിൽ ഒരു വിശ്വാസി നേരെ തിരിച്ചാണ്, ഏറ്റവും നേരത്തെ വരികയും ഏറ്റവും അവസാനമായി തിരിച്ചു പോകാനാണ് ശ്രമിക്കേണ്ടത്. നോക്കൂ, ആദ്യകാലത്തെ മസ്ജിദുകൾ, വിശ്വാസിക്ക് മസ്ജിദ് എന്നുള്ളത് എല്ലാമാണ് അല്ലേ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മ പഠിക്കാനുള്ള മദ്രസയാണ് മസ്ജിദ്. നന്മ കണ്ടും കേട്ടും പഠിക്കാനുള്ള മദ്രസയാണ് മസ്ജിദ്. അൽഹംദുലില്ലാഹ്, ഇവിടെ ഈ പള്ളിയിൽ നിരന്തരം എല്ലാ ആഴ്ചകളിലും അഖീദ പഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഖുർആൻ പഠന, തഫ്സീർ പഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾ അവർക്ക് പ്രത്യേകമായ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അള്ളാഹു ഇതിൻ്റെ സംഘാടകർക്ക് കൃത്യമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു രക്ഷാ കവചമാണ് പള്ളികൾ എന്നുള്ളത്. ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ് പള്ളികൾക്കുള്ളത് അല്ലേ? മുസ്ലിമീങ്ങളുടെ എല്ലാം പള്ളിയായിരുന്നു മുൻകാലങ്ങളിൽ. പള്ളികളിൽ നിന്ന് എത്ര ആലിമീങ്ങളാണ്, എത്ര വലിയ ഉലമാക്കളാണ് പിറവിയെടുത്തത്. ലോകത്തെ നയിച്ച പഴയകാലങ്ങളിൽ യൂണിവേഴ്സിറ്റികളായിരുന്നു പള്ളി. ലോകത്തെ തന്നെ നയിച്ച വലിയ പണ്ഡിതന്മാർ അവർ പള്ളികളിലാണ് പഠിച്ചു വളർന്നത്. ആ പള്ളികളിലാണ് പിന്നീട് ദർസെടുത്തതും നമ്മൾ പല ചരിത്രങ്ങളിലും കേട്ടതാണത്. അതേപോലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായിരുന്നു ആദ്യകാലത്തെ മസ്ജിദുകൾ എന്നുള്ളത്. മുസ്ലിമീങ്ങളുടെ കോടതിയായിരുന്നു പള്ളി. എല്ലാ സന്നാഹങ്ങൾക്കുമുള്ള ഒരുക്കമായിരുന്നു പള്ളി അല്ലേ? നിരാലംബർക്കുള്ള ഒരു അവലംബവും ആശ്വാസവുമായിരുന്നു പള്ളി. സ്വഹാബികൾ പള്ളികളിലേക്ക് വരുമ്പോൾ അവരുടെ തോട്ടങ്ങളിൽ നിന്ന് മുന്തിരിക്കുലകൾ കൊണ്ടുവന്ന് പള്ളിയിൽ തൂക്കുമായിരുന്നു. അതേപോലെ ഈത്തപ്പഴ കുലകൾ അവർ പള്ളികളിൽ തൂക്കുമായിരുന്നു. എന്തിനാണ്? ആളുകൾ അതിൽ നിന്ന് ഭക്ഷിക്കാൻ വേണ്ടി. കുട്ടികളും ആവശ്യമുള്ളവരും അതിൽ നിന്ന് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴ കുലകൾ അവർ പള്ളികളിൽ വന്ന് തൂക്കിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പള്ളി എല്ലാമാണ് വിശ്വാസിക്ക്. അതാണ് പറഞ്ഞത്, അവൻ്റെ ഹൃദയം പള്ളിയുമായി ബന്ധിക്കപ്പെട്ടതാണ്, അവനാണ്
7 വിഭാഗം ആളുകളിൽ, അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളിൽ ഒരുവൻ അവനാണ് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ പള്ളിക്ക് നമ്മൾ ചില വില കൽപ്പിച്ചേ മതിയാവും. നമ്മളുടെ മനസ്സിലൊരു മഹത്വവും ആദരവും അതിനുണ്ടാകണം. ചില അദബുകൾ പള്ളിയുമായി നമ്മൾ പാലിക്കൽ നിർബന്ധമാണ്. അതിലൊന്ന് ആ പള്ളിയെ ആദരിക്കൽ തന്നെയാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കുന്നവന് അത് തഖ്വയുടെ അടയാളമാണെന്നാണ്, ഹൃദയത്തിലുള്ള തഖ്വയുടെ അടയാളമെന്നാണ്. പള്ളികൾ എന്നുള്ളത് അള്ളാഹുവിലേക്ക് ചേർത്തതാണ്. മസാജിദുല്ലാഹ്, ബുയൂത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ. അപ്പോൾ ആ പള്ളിയെ നമ്മൾ എന്തായാലും ആദരിക്കണം. അതേപോലെ രണ്ടാമത്തത് പള്ളിയെ പരിപാലിക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ വിവരിച്ച ആയത്ത്, സൂറത്തു നൂറിൻ്റെ ആയത്ത്, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. ഇതിൽ 2 കാര്യമാണ് പറഞ്ഞത്. 2 രീതിയിലുള്ള പരിപാലനങ്ങളാണ് പള്ളിക്കുള്ളത്. ഒന്ന്, കുറച്ച് ആളുകൾക്ക് മാത്രം നിർവഹിക്കാൻ പറ്റുന്ന പരിപാലനം. അവർ വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണ്. അള്ളാഹു അവരിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമത്തേത്, എല്ലാ ആളുകൾക്കും, മനസ്സുള്ള എല്ലാ ആളുകൾക്കും ആ പരിപാലനം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിലൊന്ന് അൻ തുർഫഅ, ആ പള്ളികൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽപ്പെട്ടതാണ് ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിക്കുന്നത് കാണാം. ഹാദാനി മജ്മൂഉ അഹ്കാമിൽ മസാജിദ് ഫയദ്ഖുലു ഫീ റഫ്ഇഹാ. പള്ളിയെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ടതാണ് ബിനാഉഹ, അതിൻ്റെ നിർമ്മാണം, വകനസുഹ വതൻദീഫുഹ മിനൻ നജാസതി വൽ അദാ വസൗനുഹ മിനൽ മജാനീനി വസിബ്യാനി ലദീന ലാ യതഹറസൂന അനിൻ നജാസ. എന്താ പള്ളിയുടെ നിർമ്മാണം? അത് കൃത്യമായി വൃത്തിയാക്കുക, വൃത്തിയായി കൊണ്ടു നടക്കുക, അതിലെ മാലിന്യങ്ങളൊക്കെ നീക്കിക്കളയുക. കുട്ടികളും അതേപോലെ ഭ്രാന്തുള്ള അത്തരത്തിലുള്ള ആളുകളൊക്കെ വരുമ്പോൾ അവരെയൊക്കെ ഒന്ന് കൃത്യമായി ഒന്ന് കൈകാര്യം ചെയ്യുക, ഒന്ന് സൂക്ഷിക്കുക. നജാസത്തൊക്കെ പള്ളിയിലാവാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പള്ളിയിൽ ആ ഒരു നിർമ്മാണം എന്നുള്ളത്. അതിൻ്റെ സംഘാടനമൊക്കെ അതിൽപ്പെട്ടതാണ്. അതേപോലെ രണ്ടാമത്തത് വയുദ്കറ ഫീഹാ ഇസ്മുഹു, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുണ്ടാവുക. യദ്ഖുലു ഫീ ദാലിക അസ്സലാത്തു കുല്ലുഹാ ഫർദുഹാ വനഫ്ലുഹാ. അതിലോ അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള സുജൂദ്, അല്ലേ, നിസ്കാരം, ആ നിസ്കാരം അത് ഫർദുമാവട്ടെ അതേപോലെ ഐച്ഛികമായ നിസ്കാരം എല്ലാം അതിൽപ്പെട്ടു. വഖിറാഅത്തുൽ ഖുർആൻ വത്തസ്ബീഹ് വത്തഹ്ലീൽ, ഖുർആൻ പാരായണം, അതേപോലെ തസ്ബീഹ് ചൊല്ലലും തഹ്ലീലും തക്ബീറും ഇസ്തിഗ്ഫാറും നടത്തലും പാപമോചനം തേടുന്നതും എല്ലാം അതിൽപ്പെട്ടു എന്നാണ്. വഗൈറുഹു മിൻ അൻവാഇ ദിക്രി വതഅല്ലുമുൽ ഇൽമി വതഅലീമുഹു. ഇൽമ് പഠിക്കലും പഠിപ്പിക്കലും അതിൽപ്പെട്ടു എന്നാണ്. അൽഹംദുലില്ലാഹ് ഈ മസ്ജിദിൽ അത് നടക്കുന്നുണ്ട്. അതെല്ലാവരും ഭാഗവാക്കാക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. വൽ മുദാക്കറത്തു ഫീഹാ വൽ ഇഅ്തികാഫ്, ഇഅ്തികാഫ് ഇരിക്കുന്ന എല്ലാം ആ ദിക്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന പരിപാലനമാണ് കൃത്യമായി 5 വക്ത് ജമാഅത്തിലേക്ക് വരിക, നേരത്തെ തന്നെ നടന്നുകൊണ്ട് വരിക. അതൊക്കെ നമ്മൾക്ക് പറ്റുന്ന പള്ളി പരിപാലനമാണ്, എല്ലാവർക്കും പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു നന്മയിൽ ഒരിക്കലും വീഴ്ച വരുത്താതെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ആദ്യം പറഞ്ഞ ചുരുക്കം ചില ആളുകൾക്ക്, സംഘാടകർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ ആ പരിപാലനം, അല്ലെ, നമ്മളുടെ പള്ളി നിർമ്മിച്ചവർ, ഇത്രയും ഒരു ടൗൺ ഭാഗത്ത് പള്ളി നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല, അതൊരു നിസ്സാര കാര്യമല്ല. ഇതിൻ്റെ പിന്നിൽ എത്ര ടെൻഷനുകൾ ആളുകൾ എടുത്തിട്ടുണ്ടാവും, അല്ലെ, എത്ര ഊർജം ആളുകൾ ചെലവഴിച്ചിട്ടുണ്ടാകും, എത്ര സമ്പത്തും അവരുടെ സമയവും ഊർജവുമാണ് ഈ പള്ളിക്ക് വേണ്ടി അവർ ചെലവഴിച്ചിട്ടുണ്ടാവുക. അള്ളാഹു അവരിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവർക്കും വീടും കുടുംബവും എല്ലാം ഉണ്ട്, ജോലി തിരക്കുകൾ അവർക്കുണ്ട്, ബിസിനസ് നടത്തുന്നവരാണ് ഇതിൽ പലരും. അപ്പോൾ നമ്മൾക്ക് അള്ളാഹു ഇത്തരം ഒരു പള്ളി നൽകുക എന്നുള്ളത് അള്ളാഹു നമ്മോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതിന് നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. അതേപോലെ ഈ പള്ളിയെ നിർമ്മിക്കാനും അതേപോലെ പരിപാലിച്ച് കൊണ്ടുപോകുന്നവരോടും നമ്മൾ നന്ദി കാണിക്കണം. ലാ യഷ്കുറുല്ലാഹ മൻ ലാ യഷ്കുറുന്നാസ്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർ അവർ അള്ളാഹുവിനോട് നന്ദി കാണിക്കൂല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പള്ളി പരിപാലകരോടും കൃത്യമായി നന്ദിയുള്ളവരാവണം നമ്മൾ. അതെങ്ങനെ? അവർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എല്ലാവിധ
പിന്തുണയും നമ്മൾ കൊടുക്കണം, അല്ലേ? ഇതിൻ്റെ ഏറ്റവും ടെൻഷനുള്ള കാര്യം എന്താണ്? സാമ്പത്തിക സ്രോതസ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായി വരിസംഖ്യ അവർക്ക് ഏൽപ്പിക്കുകയും സംഭാവനകൾ ആവശ്യമുള്ള സമയത്ത് അവർക്ക് ഏൽപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു എത്രയും നല്ല ആഫിയത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിലും അവർക്കും എല്ലാം ഇരുലോകത്തും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ പള്ളി പരിപാലനം എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ആ പള്ളി പരിപാലനത്തിൻ്റെ ഭാഗവാക്കായി നമ്മൾ മാറണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. പള്ളി നിർമ്മിക്കുക എന്നുള്ളതോ? പള്ളി നിർമ്മിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ പുണ്യം ആയി എടുത്തു പറഞ്ഞ കാര്യമാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ മസ്ജിദ് നബവി വികസിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ചില ആളുകൾ അതിനെ എതിർത്തു. അള്ളാഹുവിൻ്റെ റസൂൽ നിർമ്മിച്ച ആ പള്ളിയെ അതുപോലെ വിട്ടുകളയണമെന്നാണ് അവർ പറഞ്ഞത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് അവർക്ക് ഓതി കേൾപ്പിക്കുകയാണ്. മൻ ബനാ മസ്ജിദൻ ഹസിബ്തു അന്നഹു ഖാല യബ്തഗി ബിഹി വജ്ഹല്ലാഹി ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ സ്വർഗത്തിൽ അതുപോലെയുള്ളത് അവനൊരു ഭവനം ഒരുക്കി കൊടുക്കുമെന്നാണ്. വേറൊരു ഹദീസിൽ കാണാം, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു കാടപ്പക്ഷിയുടെ കൂടിൻ്റെ അത്ര വലുപ്പമുള്ള പള്ളി നിർമ്മിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഭവനം ഒരുക്കി കൊടുക്കുമെന്നാണ്. എന്താ, ഒരു പള്ളി മുഴുവനായും നമ്മൾക്ക് നിർമ്മിക്കാൻ കഴിയുന്നില്ല എങ്കിലോ എത്രയാണോ നമുക്ക് കഴിയുന്നത്? ഒരു കല്ലിൻ്റെ പൈസ, ഒരു മുസല്ലയുടെ പൈസ, അല്ലേ, ഒരു സ്ക്വയർ ഫീറ്റ് നമ്മൾ ഏൽപ്പിക്കുക. വലിയ പ്രതിഫലമായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പള്ളിയുമായി പറഞ്ഞ എല്ലാ കാര്യവും വലിയ പ്രതിഫലമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പള്ളിയിലേക്ക് നടന്നു വരൽ എത്ര പുണ്യകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഗദാ ഇലൽ മസ്ജിദി വറാഹ, ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും പള്ളിയിലേക്ക് നടന്നു വന്നാൽ അഅദ്ദല്ലാഹു ലഹു നുസ്ലഹു മിനൽ ജന്നതി കുല്ലമാ ഗദാ വറാഹ, എപ്പോഴൊക്കെ അവൻ പള്ളിയിലേക്ക് നടന്നു വരുന്നുവോ അപ്പോഴെല്ലാം അള്ളാഹു സ്വർഗത്തിൽ അവനുള്ള വിരുന്നൊരുക്കുമെന്നാണ്. നോക്കൂ, നമ്മളെല്ലാവരും ആളുകൾ വിരുന്നിനെ വിളിക്കുന്നത്, അല്ലെ, ഒരു സൽക്കാരത്തിന് വിളിക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മളൊരു സന്തോഷമുള്ള കാര്യമാണ് ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ദുനിയാവിൽ നമ്മൾ അത്ര ഒരു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ സൽക്കാരം, അള്ളാഹുവിൻ്റെ വിരുന്ന് സൽക്കാരം എത്ര മഹത്തരമായിരിക്കും. എല്ലാ സമയത്തും അള്ളാഹു വിരുന്ന് സൽക്കാരം സ്വർഗത്തിൽ ഒരുക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ പ്രതിഫലങ്ങളൊക്കെ മനസ്സിലാക്കി വേണം പള്ളിയിലേക്ക് വരൽ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, നിങ്ങൾക്ക് അള്ളാഹു പാപങ്ങളെ പൊറുക്കുന്ന കാര്യം പറഞ്ഞു തരട്ടെയോ? വയർഫഉ ബിഹി ദറജാത്ത്, നിങ്ങൾക്ക് ദറജ ഉയർത്തപ്പെടുന്ന കാര്യം പറഞ്ഞു തരട്ടെയോ? പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഇസ്ബാഗുൽ വുദൂഇ അലൽ മകാരിഹ്, പ്രയാസമുള്ള സമയത്ത് വുദൂ എടുക്കുക എന്നുള്ളത് അതിലൊന്നാണ്. അതേപോലെ പറഞ്ഞു, വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളികളിലേക്ക് നടന്നു വരിക എന്നുള്ളത് അതിൽപ്പെട്ടതാണ്. ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത സ്വലാത്തിന്, അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് ഇതിൽപ്പെട്ടു. എത്ര പ്രതിഫലമാണ് നമുക്ക് കിട്ടുക, എത്ര പാപങ്ങളാണ് നമ്മളിൽ നിന്ന് പുറത്തു കിട്ടുക. ഒരു നിസ്കാരം സുന്നത്ത് നിസ്കരിച്ച് നിസ്കാരത്തെ, നമ്മൾ ഫർള് നിസ്കാരത്തെ കാത്തു നിൽക്കുകയാണെങ്കിൽ ആ സമയം അത്രയും മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നോക്കൂ, നമ്മൾ എത്ര ആളുകളോടാണ്, ഒന്ന് ദ്വാരക്കണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ വിശ്വാസിയായ നല്ല ആളുകളെ കണ്ട് അത് പറയാം. നമ്മൾ എത്ര ആളുകളോടാണ് പറയുന്നത്? ചിലപ്പോൾ അദ്ദേഹം മറന്നിട്ടുണ്ടാകും, അതല്ലെങ്കിൽ ആ സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. പക്ഷേ അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തരന്മാരായ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും, അതേപോലെ നമുക്ക് വേണ്ടി റഹ്മത്തിനെ ചോദിക്കും, നമുക്ക് വേണ്ടി മഗ്ഫിറത്തിനെ ചോദിക്കും. നിസ്കാരം, നമ്മൾ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് വന്ന് നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരുന്നാൽ എത്ര മഹത്തരമുള്ള കാര്യമാണ്. പള്ളി അടിച്ചു വാരുന്ന ഒരു സ്ത്രീ മരിച്ചപ്പോൾ അവരെ മറുപാടിയതിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചോദിച്ചു, എവിടെയാണ്? മരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഖബറിങ്കൽ പോയി ഖബറിൻ്റെ മുകളിൽ നിന്ന് നിസ്കരിക്കുകയാണ്. ഖബറിലേക്ക് മയ്യത്ത് നിസ്കരിക്കുകയാണ് ആ സ്ത്രീക്ക് വേണ്ടി. ഇന്ന് സ്ത്രീ പള്ളി പ്രവേശനം തന്നെ പാടില്ല എന്ന് പറയുന്നവരുണ്ട്.
എത്ര തെളിവുകളാണ്. സ്ത്രീകൾ സുബഹിക്കും മറ്റുമൊക്കെ പള്ളിയിലേക്ക് വന്ന് ജമാഅത്തിന് പങ്കെടുത്ത എത്ര തെളിവുകളാണ് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ പള്ളിയിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മൾ സൂക്ഷിക്കണം. അത് പല രീതിയിലുമുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ശബ്ദമുണ്ടാക്കുക, മറ്റുള്ളവരെ ഒന്ന് ഓതാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ നിസ്കരിക്കാനോ സമ്മതിക്കാത്ത രീതിയിലുള്ള ഒരു ശബ്ദകോലാഹലങ്ങൾ, അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഓത്ത് തന്നെ നമുക്ക് പാടില്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഓത്ത് തന്നെ നമുക്ക് പാടില്ല. അതേപോലെ നമ്മളുടെ മൊബൈൽ ഫോൺ നമ്മളിങ്ങനെ ഇരുന്ന് റീൽസ് കണ്ട് അതല്ലെങ്കിൽ റിംഗ് ട്യൂണൊക്കെ ഇങ്ങനെ വെച്ച് മ്യൂസിക്കിൻ്റെ അകമ്പടിയുള്ള ഇങ്ങനെ ഗാനങ്ങളൊക്കെ പള്ളികളിൽ കേൾക്കുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. അതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്. അതേപോലെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ജുമുഅക്ക് ആളുകൾ ഇരുന്നിരിക്കുമ്പോൾ അവരെ മുറിച്ചിട്ടിങ്ങനെ കടന്നു വരാം. ഖത്തീബിന് ഒഴിവാണ്, എന്നാൽ സ്ഥലം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കാം. പക്ഷെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. അതേപോലെ ദുർഗന്ധം, ആളുകളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ദുർഗന്ധങ്ങൾ ആയിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉള്ളി വെളുത്തുള്ളി പോലെയുള്ള കാര്യങ്ങൾ കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരരുതെന്നാണ് പറഞ്ഞത്. മൻ അകലൽ ബസല വസ്സൂമ വൽ ഖുറാസ ഫലാ യഖറബന്ന മസ്ജിദനാ. ഉള്ളി വെളുത്തുള്ളി അതേപോലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വായനാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. മലായികത്തുകൾ അവർക്ക് പ്രയാസമുണ്ടാകും. പള്ളികളിൽ ഒരുപാട് മലായികത്തുകൾ ഉണ്ടാകും. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അത് മലക്കുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾക്ക് കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ട് നമ്മൾ കഴിച്ചാൽ നമ്മൾ വീട്ടിലാണ് നിസ്കരിക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ അതിനായിട്ട് നിസ്കാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കഴിച്ചാലോ അത് കുറ്റകരമാണ്. എന്നിട്ട് ഇത് ഒരു ഹലാലായ കാര്യമാണ്, നമ്മൾ ചിന്തിക്കണം. ഹലാലായ കാര്യം കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. എത്ര ആളുകളാണ് സിഗരറ്റ് വലിച്ചിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലേ? അടുത്തൊന്ന് ഒരു പള്ളിയിലേക്ക് വരുന്നത് എന്തിനാണ്? ഒരു വിശ്വാസിയായ മനുഷ്യൻ പള്ളിയിലേക്ക് വരുന്നത് അവൻ്റെ എല്ലാ ടെൻഷനും മാറ്റിവെക്കാനാണ്, അവൻ്റെ റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിൻ്റെ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല്ലേ? ആ ആസ്വാദനം കിട്ടാൻ വേണ്ടിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഈ ചങ്ങായി വന്നിട്ട് ഇങ്ങനെ അവൻ്റെ ദുർഗന്ധം കൊണ്ട് അവൻ പൊറുതിമുട്ടുന്നൊരവസ്ഥ അതുണ്ടാകാൻ പാടില്ല. പുകവലി അത് എന്നേക്കുമായി വിശ്വാസി നിർത്തിവെക്കണം. ഒരിക്കലും വിശ്വാസിക്ക് യോജിച്ചതല്ല, ഹറാം എന്നാണ് പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുള്ളത്. അത് ഒഴിവാക്കണം. അതേപോലെ അവസാനമായി ഒരു മര്യാദയുള്ളത്, പള്ളിയിലേക്ക് വരുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം. അള്ളാഹുവിൻ്റെ ഭവനമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാനമുള്ള ഒരാളെ കാണുമ്പോൾ എത്ര നല്ല വസ്ത്രമാണ് ധരിക്കുക അല്ലേ? അതേപോലെ പള്ളിയിലേക്ക് വരുമ്പോൾ നല്ലൊരു വസ്ത്രധാരണ രീതി സ്വീകരിച്ചിട്ടാണ് വരേണ്ടത്. മുഷിഞ്ഞ നാറിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ടല്ല വരേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു പറയാണ്, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ഏറ്റവും നല്ല വസ്ത്രം, ഏറ്റവും നല്ല രീതിയിലുള്ള ഔറത്തൊക്കെ മറച്ചിട്ടുള്ള വസ്ത്രമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മനസ്സിലാക്കുകയും ആ പള്ളിക്ക് നൽകേണ്ട ആദരവ് നൽകി ഏറ്റവും നല്ല ഹൃദയത്തിൻ്റെ ആളുകളായി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി തരുന്ന, അതേപോലെ പള്ളി എന്തിനാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരുന്ന ആയത്തുകളാണ് സൂറത്തുൽ ജിന്നിൻ്റെ 18 മുതൽ 12 വരെയുള്ള ആയത്തുകൾ. നമ്മളെല്ലാം പലപ്പോഴും കേട്ടിട്ടുള്ള ആയത്തുകളാണ്. എന്താ അള്ളാഹു പറയുന്നത്? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. തീർച്ചയായും പള്ളികൾ അത് അള്ളാഹുവിനുള്ളതാണ്. പള്ളിയുടെ ശ്രേഷ്ഠതയാണത്. അള്ളാഹുവിനുള്ളതാണ് പള്ളികൾ. എന്നിട്ട് പറയുന്നത് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ആ പള്ളികളിൽ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇത്ര ഗൗരവമായിട്ട് പറഞ്ഞ കാര്യമാണ്.
ഇന്ന് എത്ര പള്ളികളിലാണ് പദ്യ ഗദ്യ മിശ്രിതമായിട്ടും അങ്ങനെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പള്ളികളാണ് സഹോദരങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ സലഫി മസ്ജിദ് നിർമ്മിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. അള്ളാഹു പഠിപ്പിച്ച കാര്യം അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രഖ്യാപിച്ച കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതുമ്പോൾ ജിന്നുകളൊക്കെ ഇങ്ങനെ കുമിഞ്ഞുകൂടി അത്ഭുതം കൂറിക്കൊണ്ട് കേട്ടു എന്നാണ്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, പറയൂ നബിയെ, പ്രഖ്യാപിക്കൂ നബിയെ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദ, അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. അവൻ്റെ പ്രാർത്ഥനയിലാവട്ടെ, അവൻ്റെ നേർച്ചയിലാവട്ടെ, അവൻ്റെ ഏതേത് ഇബാദത്തിലാവട്ടെ, ആ അള്ളാഹുവിന് ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. അത് നബിയാകട്ടെ, അംബിയ മുർസലാവട്ടെ, മലായിക്കത്തുകളാവട്ടെ, സ്വാലിഹീങ്ങളാവട്ടെ, ഒരാളെയും ഇല്ല. അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദ, നബിയെ പറഞ്ഞു കൊടുക്ക് നബിയെ, ഞാൻ അള്ളാഹുവിനെ കൂടാതെ ഒരു ദൊറോ, ഒരു ഉപദ്രവമോ ഉപകാരമോ ഒരു സന്മാർഗമോ എൻ്റെ കൈവശം ഞാൻ കൈവശപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന നബിയെ. ആരാ പറയുന്നത്? ഏറ്റവും അഷ്റഫുൽ ഖൽഖായ നബിയോടാണ് പ്രഖ്യാപിക്കാൻ പറയുന്നത്. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദുൻ, നബിയെ നബിയെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്ക്, എന്നെ രക്ഷപ്പെടുത്താൻ, അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ഒരൊറ്റ കുട്ടിക്കും സാധിക്കുകയില്ല, ഒരൊറ്റ മഖ്ലൂക്കിനും സാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന നബിയെ. വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ, അള്ളാഹുവിനെ കൂടാതെ ഒരു രക്ഷാധികാരിയോ ഒരു അവലംബമോ ഒരു അവലംബ സ്ഥാനമോ ഒന്നും, ഒരു രക്ഷാധികാരിയോ സഹായിയോ ഒന്നും അള്ളാഹുവിനെ കൂടാതെ ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന നബിയെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് നബിയോട് പറഞ്ഞത്. എങ്കിൽ ആ ഒരു കാര്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് സലഫി മസ്ജിദുകൾ, അല്ലേ? ഇവിടെ അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. നമുക്ക് എത്ര ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെയും നമ്മുടെ റബ്ബിനോടാണ് ചോദിക്കേണ്ടത്, അവൻ്റെ മുന്നിലാണ് അടിയറവ് വെക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. അവൻ്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് പള്ളി, അതല്ലാത്തതൊന്നും പള്ളിയല്ല. പള്ളിയുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ അവിടെ നിറവേറ്റുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും പാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ പള്ളി പരിപാലിക്കുന്നവരായി നമ്മളെല്ലാവരും മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും മറ്റുമൊക്കെയുള്ള രോഗികൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് അള്ളാഹു ഇരുലോകത്തും കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിൽ നിന്ന് കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും അള്ളാഹു നല്ല അഭിവൃദ്ധിയും സമൃദ്ധിയും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളിൽ നിന്നും മറ്റുമെല്ലാം എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾ ഒരുപാട് പ്രയാസപ്പെടുന്ന പല നാടുകളിലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് വിജയവും ആശ്വാസവും ആഹ്ലാദവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ശത്രുക്കളെ അള്ളാഹു നിലം പരിശാക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا وأستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم.